നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. 2 കുട്ടികളുടെ പരിധി ഒഴിവാക്കി. ആനുകൂല്യങ്ങളിലും പെൻഷനിലും വർധനവ്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് പദ്ധതിയിൽ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങളിലും സംസ്ഥാന പെൻഷനിലും വർധനവ് പ്രഖ്യാപിച്ചു. 9 വർഷമായി നിലവിലുണ്ടായിരുന്ന 2 കുട്ടികളുടെ പരിധി ഒഴിവാക്കിയതോടെ 3 അതിലധികമോ കുട്ടികളുള്ള 4.8 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പ്രതിവർഷം ശരാശരി £4,100 അധികമായി ലഭിക്കും. ജീവിതച്ചെലവ് വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് വലിയ ആശ്വാസമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. ഈ മാറ്റം യൂണിവേഴ്സൽ ക്രെഡിറ്റിൻ്റെ അടിസ്ഥാന തുകയിലും പ്രതിഫലിക്കും. ഇത് ഏകദേശം 3 ദശലക്ഷം കുടുംബങ്ങൾക്ക് ശരാശരി £120 അധികമായി നേടാൻ സഹായിക്കും. എന്നാൽ ജോലി ചെയ്യാനുള്ള കഴിവിനെ പരിമിതപ്പെടുത്തുന്ന വൈകല്യമുള്ളവർക്ക് നൽകുന്ന ആരോഗ്യഭാഗം പുതുതായി അപേക്ഷിക്കുന്നവർക്ക് പകുതിയായി കുറച്ചിട്ടുണ്ട്. അതേസമയം വ്യക്തിഗത സ്വാതന്ത്ര്യ പേയ്മെൻറ്റ്, വൈകല്യ ആനുകൂല്യങ്ങൾ എന്നിവ വിലക്കയറ്റത്തിനനുസരിച്ച് 3.8% വർദ്ധിപ്പിച്ചു. സംസ്ഥാന പെൻഷൻ 4.8% വർദ്ധിപ്പിച്ച് ആഴ്ചയിൽ £241.30 വരെ ആക്കിയിട്ടുണ്ട്. അടുത്ത 2 വർഷത്തിനുള്ളിൽ പെൻഷൻ പ്രായം 66 നിന്ന് 67 ഉയർത്തും. വടക്കൻ അയർലൻഡിലെ സ്കൂളുകളിൽ സൈബർ ആക്രമണം. IT സിസ്റ്റം തകരാറിലായി. വടക്കൻ അയർലൻഡിലെ സ്കൂളുകൾ ഉപയോഗിക്കുന്ന IT സിസ്റ്റം സൈബർ ആക്രമണത്തിന് ഇരയായതായി വിദ്യാഭ്യാസ അതോറിറ്റി സ്ഥിരീകരിച്ചു. പ്രശ്നം നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പൂർണ്ണമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും EA വക്താവ് അറിയിച്ചു. വ്യക്തിഗത ഡേറ്റ ചോർന്നിട്ടുണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇതിൻ്റെ ഭാഗമായി എല്ലാ ഉപയോക്താക്കൾക്കും പാസ്വേഡ് പുനഃസജ്ജീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കാരണം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അക്കൗണ്ടുകളിൽ നിന്ന് ലോഗൌട്ട് ചെയ്യേണ്ടി വരും. പരീക്ഷാ സീസണിന് മുന്നോടിയായി അധ്യാപകർ നൽകുന്ന വർക്ക്ഷീറ്റുകൾ ലഭിക്കാതെ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. EA നിയന്ത്രിക്കുന്ന C2K നെറ്റ്വർക്ക് വഴിയാണ് സ്കൂളുകളിലെ എല്ലാ IT സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഓഫീസിനെയും മറ്റ് ബന്ധപ്പെട്ട അധികാരികളെയും സമീപിച്ചിട്ടുണ്ടെന്നും കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. കുട്ടികൾക്ക് ഓൺലൈൻ സ്വകാര്യത പഠിപ്പിക്കണം. ബ്രിട്ടീഷ് ഡേറ്റ വാച്ച്ഡോഗ് കുട്ടികൾക്ക് റോഡ് സുരക്ഷയും അപരിചിതരിൽ നിന്നുള്ള സുരക്ഷയും പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഓൺലൈൻ സ്വകാര്യതയും ഒരു അത്യാവശ്യ ജീവിത നൈപുണ്യമായി പഠിപ്പിക്കണമെന്ന് UKയിലെ ഡേറ്റ വാച്ച്ഡോഗായ ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫീസ് മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകി. തങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതമായ ഓൺലൈൻ സ്വകാര്യത തിരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയില്ലെന്ന് 40% മാതാപിതാക്കളും ആശങ്ക പ്രകടിപ്പിച്ചതായി അടുത്തിടെ നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ICO ഈ പ്രചാരണത്തിന് തുടക്കമിട്ടത്. കുട്ടികളുടെ സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ലളിതമായ സംഭാഷണങ്ങൾ നടത്താൻ ഇത് കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കുട്ടികൾ പലപ്പോഴും ഗെയിം റിവാർഡുകൾക്കു വേണ്ടി വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായും 22% കുട്ടികൾ AI ടൂളുകളുമായി ആരോഗ്യ വിവരങ്ങൾ പങ്കുവച്ചതായും 24% കുട്ടികൾ അവരുടെ യഥാർത്ഥ പേരോ വിലാസമോ ഓൺലൈനിൽ പങ്കുവച്ചതായും പഠനം വെളിപ്പെടുത്തി. 8-9 വയസ്സുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത നേരിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മിസ്കാരേജിന് പിന്നാലെ പങ്കാളികൾക്കും വേതനത്തോടെയുള്ള അവധി. UKയിൽ ഇത് ആദ്യമായി. വടക്കൻ അയർലൻഡിൽ ഇനി മുതൽ മിസ്കാരേജ് സംഭവിക്കുന്നവർക്കും അവരുടെ പങ്കാളികൾക്കും ഇത് പ്രോസസ്സ് ചെയ്യാനും നഷ്ടം താങ്ങാനും 2 ആഴ്ചത്തെ വേതനത്തോടെയുള്ള അവധിക്ക് അർഹതയുണ്ടായിരിക്കും. ഇത് UKയിൽ ആദ്യമായാണ് ഇത്തരം ഒരു നിയമം വരുന്നത്. ഈ മാറ്റം നഷ്ടം അനുഭവിച്ച വ്യക്തികൾക്ക് അവരുടെ വികാരങ്ങൾക്ക് അംഗീകാരം നൽകുമെന്നും ഒരുമിച്ച് ദുഃഖം താങ്ങാൻ സഹായം നൽകുമെന്നും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. മുൻപ് ഗർഭമലസൽ സംഭവിച്ചാൽ ജോലിക്കാർക്ക് ഔദ്യോഗികമായി പ്രത്യേക അവധി ലഭിച്ചിരുന്നില്ല. ഇത് പലപ്പോഴും ദുരിതമനുഭവിക്കുന്നവർക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം നൽകിയിരുന്നു. ഈ പുതിയ നിയമം ലഭിക്കുന്ന വേതനം താങ്ങാനാവുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആഴ്ചയിൽ £194 അല്ലെങ്കിൽ 90% ശമ്പളം. ഇത് തുടർച്ചയായി എടുക്കുകയോ അല്ലെങ്കിൽ 2 ആഴ്ചകളായി വിഭജിച്ചെടുക്കുകയോ ചെയ്യാം. ഇതിനായി മെഡിക്കൽ തെളിവ് നൽകേണ്ടതില്ല. തൊഴിലുടമയെ അറിയിച്ചാൽ മതിയാകും. ഗർഭമലസൽ സംഭവിച്ചവർക്ക് അവരുടെ യാത്രാവേളകളിൽ ഈ അവധി ഉപയോഗിക്കാം. ലണ്ടൻ ഉൾപ്പെടെ UKയിലെ മറ്റു ഭാഗങ്ങളിൽ 2027 മുതലാണ് ഇത്തരം അവധി ലഭിച്ചു തുടങ്ങുക. UKയിൽ e-ബൈക്ക്, e-സ്കൂട്ടർ തീപിടുത്തങ്ങൾ റെക്കോർഡ് ഉയരത്തിൽ. ബാറ്ററി സുരക്ഷയിൽ ആശങ്ക വർദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷം UKയിൽ e-ബൈക്ക്, e-സ്കൂട്ടർ എന്നിവയുമായി ബന്ധപ്പെട്ട തീപിടുത്തങ്ങളുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിലെത്തി. 2025 മാത്രം 432 e-ബൈക്ക് തീപിടുത്തങ്ങളും
147 സ്കൂട്ടർ തീപിടുത്തങ്ങളും രേഖപ്പെടുത്തി. ഇത് മുൻ വർഷത്തേക്കാൾ യഥാക്രമം 38%, 20% വർധനവാണ്. ലിഥിയം ബാറ്ററികളുടെ സുരക്ഷയെക്കുറിച്ചും അംഗീകാരമില്ലാത്ത ഓൺലൈൻ വിപണികളിലെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകൾ ഇത് വർദ്ധിപ്പിക്കുന്നു. ലണ്ടൻ ഫയർ ബ്രിഗേഡാണ് ഏറ്റവും കൂടുതൽ തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പലപ്പോഴും ബാറ്ററികളുടെ തകരാറുകൾ, കൺവേർഷൻ കിറ്റുകൾ അല്ലെങ്കിൽ ചാർജറുകൾ എന്നിവയാണ് ഇത്തരം തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്നത്. ഓൺലൈൻ വിപണികളിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിലവാരമുള്ള കടകളിൽ നിന്ന് വാങ്ങുന്നവയേക്കാൾ തകരാറുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ദുർബലമായ നിലവാരമുള്ള ബാറ്ററികളും അനുബന്ധ ഉപകരണങ്ങളും പലപ്പോഴും ഓൺലൈൻ വിപണികളിലൂടെ വിറ്റഴിക്കുന്നവ ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇത്തരം അപകടങ്ങൾ ജീവനും സ്വത്തിനും വലിയ നാശനഷ്ടം വരുത്തുന്നു. നിയമവിധേയമല്ലാത്ത സ്കൂട്ടറുകളും ബൈക്കുകളും നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇവ നിയമവിരുദ്ധമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാന്യെ വെസ്റ്റ് വിവാദത്തിന് പിന്നാലെ പെപ്സി വയർലെസ് ഫെസ്റ്റിവലിൽ നിന്ന് പിന്മാറുന്നു. പാശ്ചാത്യ റാപ്പർ കാന്യെ വെസ്റ്റ് സംഗീത പരിപാടിയുടെ പ്രധാന തലക്കെട്ടായി എത്തുമെന്ന വാർത്തയെ തുടർന്ന് പെപ്സി ലണ്ടനിലെ വയർലെസ് ഫെസ്റ്റിവലിന്റെ പ്രധാന സ്പോൺസർഷിപ്പ് പിൻവലിച്ചു. സമീപകാലത്ത് കാന്യെ വെസ്റ്റ് നടത്തിയ യഹൂദവിരുദ്ധ പരാമർശങ്ങളെ തുടർന്നാണ് ഈ നടപടി. ഇത്തരം പരാമർശങ്ങൾ രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ലണ്ടൻ മേയർ സാദിഖ് ഖാൻ പറഞ്ഞു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും ഈ നീക്കത്തെ വിമർശിച്ചു. കാന്യെ വെസ്റ്റിന്റെ UK പ്രവേശനം നിരോധിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. വെസ്റ്റ് പലപ്പോഴും യഹൂദവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും നാസിസത്തെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യഹൂദവിരുദ്ധത ഏത് രൂപത്തിലായാലും അത് വെറുക്കപ്പെടേണ്ടതാണെന്നും ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്ക് വേദിയൊരുക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും രാഷ്ട്രീയ നേതാക്കൾ വ്യക്തമാക്കി. സംഗീത പരിപാടിയിലെ മറ്റ് പങ്കാളികളും പിന്മാറാൻ സാധ്യതയുണ്ട്. ക്യാൻസർ രോഗത്തോട് പൊരുതിയ മലയാളി നഴ്സ് വിടവാങ്ങി. ഏക മകനെ തനിച്ചാക്കി UK-യിൽ നിര്യാതയായി. ക്യാൻസർ രോഗത്തെ തുടർന്ന് റെക്സാമിൽ ചികിത്സയിലായിരുന്ന പാലക്കാട് സ്വദേശിനി ടിൻഡു മാത്യു ആണ് അന്തരിച്ചത്. ഏക മകനായ 5 വയസ്സുള്ള ആരോണിനെ നാട്ടിൽ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചാണ് ടിൻഡു UK-യിൽ നഴ്സായി ജോലിക്ക് പോയത്. ക്യാൻസർ രോഗത്തിൽ നിന്നും മുക്തിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും രോഗം തിരിച്ചെത്തിയത്. റെക്സാം ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സായിരുന്നു ടിൻഡു. അമ്മയുടെ വേർപാടറിഞ്ഞ് കുടുംബം വലിയ ദുഃഖത്തിലാണ്. ടിൻഡുവിൻ്റെ മൃതദേഹം UK-യിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനം. മരണപ്പെട്ട ടിൻഡുവിൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ മകനെ UK-യിലേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഹോർമോസ് കടലിടുക്ക് തുറന്നുവിടാൻ ഇറാനെ സമ്മർദ്ദം ചെലുത്താൻ ഉപരോധങ്ങൾ. UK-യും സഖ്യകക്ഷികളും ചർച്ചകളിൽ. ഹോർമോസ് കടലിടുക്ക് അടച്ചിടുന്നതിലൂടെ ലോകത്തെ ഊർജ്ജ വിതരണത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള നയതന്ത്ര നടപടികൾ പരിഗണിക്കുമെന്ന് UK വിദേശകാര്യ സെക്രട്ടറി യെവറ്റ് കൂപ്പർ അറിയിച്ചു. 40-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന വെർച്വൽ ഉച്ചകോടിയിൽ ഗൾഫ് മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കൂട്ടായ ശ്രമങ്ങൾക്ക് തുടക്കമിടുന്നത് ചർച്ച ചെയ്തു. ഇറാൻ, അമേരിക്കൻ, ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പലുകളെ ആക്രമിക്കുകയും ഊർജ്ജ കയറ്റുമതി തടസ്സപ്പെടുത്തുകയും ആഗോള ഇന്ധനവില വർദ്ധിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ നീക്കം. സൈനിക നടപടികളേക്കാൾ നയതന്ത്രവും സാമ്പത്തിക സമ്മർദ്ദവുമാണ് ലക്ഷ്യമിടുന്നതെന്നും ഐക്യരാഷ്ട്രസഭ വഴിയുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാൻ ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥയെ ബന്ദിയാക്കാൻ ശ്രമിക്കുകയാണെന്നും കടലിടുക്ക് ഉടൻ തുറന്നുവിടണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കണമെന്നും രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ അമേരിക്കയുടെ സഹായമില്ലാതെയാണ് UK-യും മറ്റ് സഖ്യകക്ഷികളും ചർച്ചകൾ നടത്തിയത്. മലയാളി വിദ്യാർത്ഥിനി UK പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി. UK-യിൽ പഠനത്തിനെത്തിയ മലയാളി വിദ്യാർത്ഥിനി ജ്യോതി എൽസ ജെയിംസ് ലണ്ടനിലെ തദ്ദേശ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ റിഫോം UK പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്നു. നൈജൽ ഫരാജ് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ കോർ കമ്മിറ്റിയാണ് അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. കോമൺവെൽത്ത് രാജ്യ പൗരന്മാർക്കുള്ള തിരഞ്ഞെടുപ്പ് അവകാശം പ്രയോജനപ്പെടുത്തി മെയ് 7-നുള്ള തെരഞ്ഞെടുപ്പിൽ അവർ രംഗത്തെത്തുന്നു. വിദ്യാർത്ഥി ജീവിതം നേരിട്ടനുഭവിച്ച വ്യക്തിയെന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ശക്തമായി അവതരിപ്പിക്കാൻ തനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ. ജ്യോതി UK-യിലെ പ്രമുഖ സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ ബിസിനസ്സിൽ MSc നേടിയിട്ടുണ്ട്. കൂടാതെ സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ അവാർഡിനും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.